യഹസ്കേൽ അധ്യായം 28. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ മനുഷ്യപുത്രാ, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് പ്രായം വിളിച്ചിരുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കും, ഞാൻ ദൈവമാവുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചുകൊണ്ട് നീ ധ്യാനിയിലും ജ്ഞാനിയല്ലോ. നീ ഇനി അറിയാതെ വന്ന് മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ അജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് ചെറുതാൽ ധനം വർദ്ധിപ്പിച്ചു, നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവയെ കർത്താവ് പ്രായം അരുളി ചെയ്തു, നീ ദൈവഭാവം നടിക്കാതെ ഞാൻ ജാതികളുടെ ഉഗ്രന്മാരായ അധികാരത്തിൻ്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രവേശിതമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമരത്തെ നിഹതന്മാരെ പോലും മരിക്കും. നിന്നെ കൊത്തിക്കൊല്ലുന്നവൻ്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കും. നിന്നെ കൊല്ലുന്നതിൻ്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ? അന്യജാതിക്കാരുടെ കൈയാൽ നീ അഗ്രചർമ്മികളെ പോലും മരിക്കും. ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യപുത്രാ, നീ സോർ രാജാവിനെ കുറിച്ച് ലാഭം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രായം ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാവുന്നു, നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യസമ്പൂർണ്ണനും തന്നെ. നീ ദൈവത്തിന് തോട്ടമായ ഏതനുണ്ടായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം തുടങ്ങിയ മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നെയുള്ള തടങ്ങളിലെയും കൂടുകളിലെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്ത് മറക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. നിന്റെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിയോട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗ സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബെ ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്നും കൂടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിരത്ത് തള്ളിയിട്ടു. രാജകുമാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകത്തെ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതിയോട് കൊണ്ടും നീ നിന്റെ വിശ്വമന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിരത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ മനുഷ്യപുത്രാ, നീ സീദോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രായം ചെയ്യുന്നു, സീദോനെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മോഹത്തിയിരിക്കും. ഞാൻ അതിൽ ന്യായവിധികൾ നടത്തി എന്നെ തന്നെ വിശദീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീതികളിൽ രക്തവുമായിരിക്കും. ചുറ്റിലും നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇസ്രായേൽ നിന്ദിച്ചവരായ അവർ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളു ഇനി അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്നവർ അറിയും. യഹോവയായ കർത്താവ് പ്രാർത്ഥന വിളി ചെയ്തു. ഞാൻ ഇസ്രായേലത്തെ അവർ ചെതിരി പോയിരിക്കുന്ന ജാതികളുടെ നിന്ന് ശേഖരിച്ച ജാതികൾ കാണുക എന്നെ തന്നെ അവർ വിശദീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതേ അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായ അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികൾ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും.